ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള വൺ എമംഗ് ദി ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് പ്രോഡക്റ്റിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. എസ്പെഷ്യലി ഫോർ സ്വിംഗ് ട്രേഡേഴ്സ് ആൻഡ് പൊസിഷണൽ ട്രേഡേഴ്സ്. നമ്മൾ ഏത് സ്റ്റോക്കിലേക്ക് ഒരു 3 മാസക്കാലം അല്ലെങ്കിൽ 6 മാസക്കാലമൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് നിലനിർത്താം. ആ സ്റ്റോക്ക് ഏത് സെക്ടറിനകത്ത് വരുന്നു, ആ സെക്ടർ ഇപ്പോൾ ടോട്ടലി ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സൊക്കെ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? സെക്ടർ ബേസ്ഡ്, അവർക്ക് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് ബേസ്ഡ് ഓൺ ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള നോളജസ് അവരുടെ കയ്യിലുണ്ടാവും. അത് ബേസിസിൽ അവർ സെക്ടർ ബേസിലായിരിക്കും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിൾ പ്രോസസ്സ് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ പീരീഡോളം കുറച്ച് കാലത്തേക്ക് അവർ ഒരു സെക്ടറിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അപ്പോൾ നാച്ചുറലി എന്ത് സംഭവിക്കും? ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഏത് സെക്ടർ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ സെക്ടറിലുള്ള ഏതൊക്കെ സ്റ്റോക്സിൻ്റെ ബേസിസിലാണ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾക്കും അതേ സെക്ടറിന് അകത്തുള്ള അതേ സ്റ്റോക്സിനെ നമുക്ക് ഫോളോ ചെയ്യാൻ സാധിച്ചാൽ അത് നമുക്ക് തീർച്ചയായിട്ടും നല്ല ഗുണം ലഭിക്കും. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ അറിയണം? ഏതൊക്കെ സെക്ടറാണ് ഇപ്പോൾ നല്ല ഹൈ പെർഫോമൻസിൽ നിൽക്കുന്നത് ഏതാണ്, ആക്സിലറേറ്റിംഗ് പെർഫോമൻസ് നിൽക്കുന്ന ഏതാണ്, അണ്ടർ പെർഫോമൻസ് നിൽക്കുന്ന ഏതാണ്, അണ്ടർ പെർഫോമൻസിൽ നിന്നും സ്ലൈറ്റ്ലി മോഡറേറ്റ് ഗുഡ് പെർഫോമൻസിലേക്ക് വരുന്നത് ഏതാണ്, മോഡറേറ്റ് ഗുഡിൽ തീരെ ആക്സിലറേറ്റിംഗ് പെർഫോമൻസിൽ നിന്നും തിരിച്ച് താഴ്പോട്ടേക്ക് വരുന്നത് ഏതാണ്. ഇങ്ങനെ ഒരു റൊട്ടേഷണൽ മാതൃകയിൽ നമ്മൾക്ക് കാര്യങ്ങളെ സെക്ടർ വൈസ് തരംതിരിക്കുകയും അതിൻ്റെ ബേസിസിൽ ആ സെക്ടറിനുള്ളിലുള്ള സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുകയും ചെയ്താൽ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് കുറച്ചും കൂടി ഈസായിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് അതിലുള്ള സ്റ്റോക്സിന് ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട പ്രശ്നം വരില്ല. നോട്ട് എസ്പെഷ്യലി ഫോർ ഇൻട്രാഡേ ട്രേഡേഴ്സിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. ഇൻട്രാഡേ ട്രേഡേഴ്സിന് പോലും ഇത് ഫീസിബിളാണ്. ഇൻട്രാഡേ ഡെയിലി വൈസിസിലും സെക്ടറിലെ ഏത് സെക്ടറിലാണ് ഇന്നത്തെ ദിവസം ഗ്രോത്ത് കൂടുതലുള്ളതെന്നൊക്കെ ക്വിക്കായിട്ട് ഒരു ഗ്രാഫിക്കൽ മെത്തേഡിൽ നമുക്ക് സെക്ടർ റൊട്ടേഷണൽ ഗ്രാഫ് അത് നമുക്ക് മനസ്സിലാക്കി തരും. അതാണ് RCG എന്ന് പറയും. സോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്ക്രീനിൽ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ച് തരാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെക്സ് T3 ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഇത് നമുക്ക് ഫ്രീ, ഞാൻ പല ഇടത്തും ഞാൻ നോക്കിയിട്ടുണ്ട്. അതിലൊക്കെ ഹ്യൂജ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഫീസൊക്കെ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ സെക്ടർ റൊട്ടേഷൻ ലഭിക്കത്തുള്ളൂ. അതാണ് നിങ്ങൾക്ക് വെറും ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് ധനിലൂടെ ലഭിക്കുന്നത്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. എല്ലാവരും ധൻ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. ധനിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു. നല്ല ട്രേഡർ ആകാനും നല്ല രീതിയിൽ നമുക്കൊരു സ്റ്റേബിൾ ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാനുള്ള എല്ലാ ഡേറ്റാസും ധൻ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ അതിനെ ക്യാച്ചപ്പ് ചെയ്യാൻ നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നോക്കൂ, ഞാൻ ഡെക്സ് T3 പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് ഡെക്സ് T3യിൽ ലോഗിൻ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണത് യൂസ് ചെയ്യേണ്ടതെന്നും പലതരത്തിൽ ഒത്തിരി പ്രീവിയസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് പ്രീവിയസ് ഡെക്സ് T3 എങ്ങനെ ഉപയോഗിക്കണം, എന്താ വിഡ്ജറ്റ്സ് എങ്ങനെയൊക്കെ ആഡ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള വീഡിയോ റെഫർ ചെയ്തിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കൂ. ഞാനിപ്പോൾ ഇവിടെ ഡെക്സ് T3യിലുണ്ട്. ഇവിടെ നിന്ന് എന്താണ് നമുക്ക് RCG എടുക്കണം, അതായത് റൊട്ടേഷണൽ സൈക്കിൾ ഗ്രാഫ്. അപ്പോൾ അതാണ് നമുക്ക് ഇവിടുത്തെ വിഡ്ജറ്റിൻ്റെ ആവശ്യം. ഇതാ ഞാൻ ഏറ്റവും ടോപ്പിൽ വിഡ്ജറ്റ് ക്ലിക്ക് ചെയ്തു. വിഡ്ജറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കിടക്കുന്നത് റിലേറ്റീവ് സൈക്കിൾ ഗ്രാഫ്, RCG, റിലേറ്റീവ് സൈക്കിൾ ഗ്രാഫ്. അപ്പോൾ സൈക്കിൾ വന്നു, റിലേറ്റീവ് വന്നു. റിലേറ്റീവായിട്ട് സൈക്ലിക് പ്രോസസ്സിൽ പോകുന്ന സെക്ടറിൽ ഏത് സെക്ടറാണ് മുന്നിട്ട് നിൽക്കുന്നത്, ഏതാണ് അണ്ടർ പെർഫോം എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാനത് ക്ലിക്ക് ചെയ്തു. നോക്കൂ, നിങ്ങൾക്ക് ബൈ ഡിഫോൾട്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒന്നും കാണത്തില്ല. ഞാൻ ഇത് എന്താ ചെയ്തത്, ഞാനിപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തു. ഞാൻ ഒന്നേ നിന്ന് നിങ്ങൾക്ക് എല്ലാം ആഡ് ചെയ്ത് കാണിച്ചു തരാം. 1 by 1 ആയിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ റിലേറ്റീവ് സൈക്കിൾ ഗ്രാഫ് എന്ന് പറഞ്ഞ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക.
അതുകൊണ്ടാണ് ഞാനിത് സ്റ്റാർട്ടിങ് മുതൽ തന്നെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അതിലും കൺഫ്യൂഷൻ ആക്കണ്ട എന്നുള്ളത് എഴുതിയിട്ടാണ്. ഇങ്ങനെ നിങ്ങൾക്ക് RCG എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ റിലേറ്റീവ് സൈക്കിൾ ഗ്രാഫ് വന്നു. ഇതിൽ ഏറ്റവും ടോപ്പിൽ നിങ്ങൾ കാണുന്നത് നിഫ്റ്റിയുടെ മൂവ്മെൻ്റ് ആണ്. നിഫ്റ്റിയുടെ ഒരു എന്താ പറയുക ലൈൻ ഗ്രാഫാണ്. നിഫ്റ്റി ഓരോ പീരീഡ് സെപ്റ്റംബർ 2022 എവിടെയായിരുന്നു, സെപ്റ്റംബർ 23, ജനുവരി 24, ദെൻ 2026 ജാനുവരിയിൽ എവിടെയായിരുന്നു, ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നോക്കൂ ജൂലൈ, ഓഗസ്റ്റ് 3 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഗസ്റ്റ് 3 വരെയുള്ള ഇതിൽ എവിടെയായിരുന്നു നിഫ്റ്റി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഐഡിയ നമുക്കിവിടെ കാണാൻ കഴിയും ടോപ്പിൽ. ദെൻ നമുക്ക് വേണ്ടുന്നത് നമുക്ക് ആവശ്യമുള്ള സെക്ടേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് നിഫ്റ്റി 50 എന്ന് കാണുന്നു. നോക്കൂ, തൊട്ട് താഴെ ആഡ് കമ്പാരിസൺ. ഇതിനെ ഏതുമായിട്ടാണ് നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുന്നത്? ഈ കമ്പാരിസൺ ഗ്രാഫാണ് ഇവിടെ കാണുന്നത്. നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓരോ സെക്ടേഴ്സും നമുക്ക് നാച്ചുറലി നിഫ്റ്റിയായിട്ടാണല്ലോ നമുക്ക് കമ്പയർ ചെയ്യേണ്ടുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യുന്നത് ഓരോ സെക്ടറും നിഫ്റ്റിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ പെർഫോമിങ് അണ്ടർ പെർഫോമിംഗ് ആണോ, അല്ല ബെസ്റ്റ് പെർഫോമിംഗ് ആണോ, അത് ആക്സിലറേറ്റിംഗ് പെർഫോമിംഗ് ആണോ, അത് വീക്ക് ആണോ എന്നുള്ള കാര്യം നമുക്ക് അറിയണം. അതാണ് നമ്മുടെ പർപ്പസ്. എന്തിനാണ് ഇതറിയുന്നത്? ആ ഒരു പെർട്ടിക്കുലർ സെക്ടർ ടോപ്പിലേക്ക് പോവുകയാണെങ്കിൽ ആ ടോപ്പിലേക്ക് പോകുന്ന സെക്ടറിനുള്ളിലുള്ള സ്റ്റോക്സ് ഏതാണെന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. ആ സെക്ടറിലുള്ള സ്റ്റോക്ക് ഏതാണെന്ന് ഈസി ആയിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ സ്റ്റോക്സും ആക്സിലറേറ്റ് ആവണമെന്നില്ല. അതിനകത്ത് ആക്സിലറേറ്റ് ആകുന്ന സ്റ്റോക്സ് ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് ബ്ലൈൻഡായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. സോ ഇതിനെ മാത്രം ഫോളോ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗുണം കിട്ടും. അപ്പോൾ നമ്മൾ ആക്സിലറേറ്റിങ്ങിൽ ഏറ്റവും പീക്കിൽ നിൽക്കുന്നതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് നമുക്ക് ഇതിൻ്റെ ലോജിക്കൽ തോട്ട് പ്രോസസ്സ് നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് 1 by 1 ആയിട്ട് നോക്കാം. സോ ഞാനിവിടെ കമ്പാരിസൺ ഇൻഡസസ് ആഡ് ചെയ്യുകയാണ്. ഇൻഡസസിൽ എന്ന് പറയുന്നത് സെൻസെക്സ് നമുക്ക് ആഡ് ചെയ്യണോ? വേണമെന്നില്ല. കാരണം നിഫ്റ്റിയും സെൻസെക്സും ഏതാണ്ട് ഒരുപോലെ. നിഫ്റ്റി 50 നെക്സ്റ്റ് 50 ആഡ് ചെയ്യണോ? അതും അത്യാവശ്യം ആവശ്യമില്ല. നിഫ്റ്റി 100 വേണോ? വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ബിക്കോസ് എല്ലാം കൂടി നിഫ്റ്റി 500-നകത്ത് വരും. ഓക്കെ, സോ നമ്മൾ നിഫ്റ്റി 500 ആഡ് ചെയ്തു. ദെൻ മിഡ് ക്യാപ്പ് നിഫ്റ്റി 50, 150. മിഡ് ക്യാപ്പിൽ ഒത്തിരി ഉണ്ട്, 250 ഉണ്ട്. സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പിൻ്റെ ഏറ്റവും മിഡ് ക്യാപ്പ് സെലക്ട്, മിഡ് ക്യാപ്പിൻ്റെ എല്ലാ സെക്ടറും കൂടി സെലക്റ്റഡ് ആയിട്ടുള്ള എല്ലാ സെക്ടറും കൂടെ മിഡ് ക്യാപ്പിനുള്ളിനകത്തുള്ള എല്ലാം നമുക്കത് കവറാകും. വേണമെങ്കിൽ നിങ്ങൾ മിഡ് ക്യാപ്പ് 150 കൂടി ആഡ് ചെയ്തോളൂ. ഓക്കെ, 150 ആഡ് ചെയ്തു. ദെൻ നമുക്ക് സ്മോൾ ക്യാപ്പ് 50, സ്മോൾ ക്യാപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ടോപ്പ് 50 സ്റ്റോക്ക്, ടോപ്പ് 100 സ്റ്റോക്ക്, ടോപ്പ് മിഡ് ക്യാപ്പിലെ സ്മോൾ ക്യാപ്പിലെ 250 സ്റ്റോക്ക്, മൈക്രോ ക്യാപ്പ്. അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള 250 സ്റ്റോക്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ദെൻ അടുത്തത് മൈക്രോ ക്യാപ്പ് നോക്കുക. മൈക്രോ ക്യാപ്പിൽ ടോപ്പ് 250 ഉണ്ട്, ടോപ്പ് 400 ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? അത് 400 ഏറ്റവും ടോപ്പിലുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്ത എല്ലാം ഒന്ന് തന്നെയാണ്, അതിനകത്ത് തന്നെ ഇതെല്ലാം വരും. അത് കഴിഞ്ഞിട്ട് നിഫ്റ്റി ഓട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടുന്ന ഒരു സെക്ടറാണ്. അടുത്തത് നിഫ്റ്റി ബാങ്ക്, അതും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. ദെൻ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, ഡെഫിനറ്റ്ലി ലൈക്ക് ബാങ്കിങ് സൈഡിലെ NBFC സ്റ്റോക്സ്, അതായത് മുത്തൂറ്റ് ഫിനാൻസ് പോലുള്ള, ബജാജ് ഫിനാൻസ് പോലുള്ള, അതുപോലുള്ള ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിലുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതും നമ്മൾ ആഡ് ചെയ്തു. അത് നിഫ്റ്റി FMCG സെക്ടർ, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി IT, നിഫ്റ്റി മീഡിയ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല. നിഫ്റ്റി മെറ്റൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാർമ സെക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പ്രൈവറ്റ് ബാങ്ക്, നിഫ്റ്റിയുടെ തന്നെ പ്രൈവറ്റ് ബാങ്ക് സെക്ടർ അത് ഇമ്പോർട്ടൻ്റ് ആണ്. PSU ബാങ്ക് സെക്ടർ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നിഫ്റ്റി റിയാലിറ്റി സെക്ടർ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കൺസ്യൂമർ ഡ്യൂറബിൾസ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. കമ്മോഡിറ്റി സെക്ടർ നോക്കാം. പിന്നെ CPESE സെക്ടർ ഉണ്ട്. എനർജി സെക്ടർ വെരി ഇമ്പോർട്ടൻ്റ്. ഇൻഫ്രാസ്ട്രക്ചർ വെരി ഇമ്പോർട്ടൻ്റ്. മിഡ് ക്യാപ്പ് ലിക്വിഡ് എല്ലാം ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. സർവീസ് സെക്ടറിലുള്ളത് നോക്കാം. PSE ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയും ക്ലസ്റ്റർ നമ്മളിവിടെ എടുത്തു. നോക്കൂ ഏതൊക്കെയാണ്. ഈ ഗ്രാഫ് തന്നെ നിങ്ങൾ നോക്കണമെന്ന് നിർബന്ധമില്ല. ഇതിൽ തന്നെ അതിൻ്റെ ക്രിസ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നിഫ്റ്റി 500 ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഡീസിലറേറ്റിംഗ് ആണ്. അതായത് ആക്സിലറേറ്റിങ്ങിൻ്റെ ഓപ്പോസിറ്റ്. ഇവിടെ ഗ്രാഫ് നിങ്ങൾ നോക്കിയാൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. നാലായിട്ട് തരംതിരിച്ച്, ഒരു ഗ്രീൻ, ദെൻ യെല്ലോ, റെഡ്, ദെൻ ഒരു ബ്ലൂ, അല്ലേ?
ഇത്രയും 4 ഗ്രാഫ് ഈ ഗ്രീൻ എന്ന് പറഞ്ഞതാണ് ആക്സിലറേറ്റിംഗ്, ഏറ്റവും പെർഫെക്റ്റ് നല്ല ഗ്രീനിഷ് എഗൻസ്റ്റ് നിഫ്റ്റി. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത്. നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, ഇവിടെ ഒരു 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 നമ്മുടെ ഈ മറ്റേ വെതർ ഫോർകാസ്റ്റിലൊക്കെ മറ്റേ ഏരിയൽ വ്യൂ നമ്മൾ കാണാറില്ലേ, മറ്റേ ചുഴലിക്കാറ്റ് രൂപം കൊള്ളുന്ന പോലെ ഒരു റൊട്ടേഷണൽ മാതൃകയിൽ നമ്മൾക്ക് ചെറിയ രീതിയിൽ കാണാൻ കഴിയും. ഇതെന്താണ് സംഭവം? അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത സെക്ടേഴ്സിൽ ഓരോ സെക്ടേഴ്സും ഇപ്പോൾ ഏത് രീതിയിലാണ് എഗൻസ്റ്റ് നിഫ്റ്റി ഇപ്പോൾ റൺ ചെയ്യുന്നത്, അതും ഏത് പീരീഡാണ് നോക്കൂ, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇൻ്റർവെൽ ഏതാണ്? വീക്കിലി ആണ്. വീക്കിലി എന്ന് വെച്ചാൽ ഒരാഴ്ച മാത്രമല്ല, ഇത് ട്രെയിലിംഗ് 5 വീക്സ്, പോയ 5 ആഴ്ച. നമുക്ക് 5 എന്നുള്ള വേണേൽ കൂട്ടാം, അത് 6 ആക്കാം, 7 ആക്കാം, 8 ആക്കാം. അതായത് 2 മാസം നോക്കൂ, കഴിഞ്ഞ 2 മാസത്തെ, അല്ലെങ്കിൽ അത് 8 എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ 12 ആക്കാം. അപ്പോൾ 3 മാസത്തെ ഒരു ക്വാർട്ടർ, പോയ ക്വാർട്ടറിലുള്ള നമുക്കൊരു ആവറേജ് അറിയാൻ പറ്റും. പോയ ക്വാർട്ടർ സംഭവിച്ചിരിക്കുന്ന അറ്റ് പ്രസൻറ്റ് സംഭവിച്ചിരിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇതിലൂടെ നമുക്ക് വെളിപ്പെടുന്ന ഇൻഫർമേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റയാണ് നിങ്ങൾ. അതുകൊണ്ട് ഞാൻ വളരെ സാവകാശം നിങ്ങൾക്ക് പറയാൻ ശ്രമിക്കുന്നത്. വീഡിയോ ഇത് ലെങ്ത് കുറയ്ക്കാൻ ശ്രമിക്കാം, പക്ഷേ ലെങ്ത് കുറയ്ക്കുന്നതിൽ അർത്ഥമില്ല. പാസ് ചെയ്യേണ്ടുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് മെല്ലെ പുതിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പതിയെ നമ്മൾ മുന്നോട്ട് നീങ്ങിയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു വ്യൂ പോയിന്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വളരെ സ്ലോ ആയിട്ടും ഓരോന്നും എടുത്തെടുത്ത് പറയാൻ ശ്രമിക്കുന്നതും. ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ എന്താ നോക്കൂ, ഇവിടുത്തെ പോയിന്റിൽ ആദ്യം നമ്മളിതാ ഓരോ സെക്ടർ വൈസ് നോക്കുക. നിഫ്റ്റി 500, ഇപ്പോൾ നിഫ്റ്റി സ്റ്റോക്സിൽ നിഫ്റ്റി 500 ഇപ്പോൾ ഏത് അവസരം ഡീസിലറേറ്റിംഗ് ആണ്. അതായത് ഏറ്റവും ടോപ്പിലുണ്ടായിരുന്നു, അവിടെ നിന്ന് അത് തിരിച്ച് താഴ്പോട്ടേക്ക് വരികയാണ്. ഡീസിലറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ യെല്ലോ, അതായത് ഈ യെല്ലോ പോർഷനിലാണ്. ഇവിടെ എവിടെയെങ്കിലും കാണും. ഏതാണ്? നിഫ്റ്റി 500. ഇവിടെ നോക്കിയാൽ അറിയാം നമുക്ക് നിഫ്റ്റി 500 എവിടെയാ? ഇവിടെ ഇതാ കിടക്കുന്നു നിഫ്റ്റി 500. നോക്കൂ, നിഫ്റ്റി 500 സ്ട്രെങ്ത് എത്രയാണ്? സ്ട്രെങ്ത് ട്രെൻഡ് 103, സ്ട്രെങ്ത് മൊമെൻറ്റം 99 ഓൺ ജൂലൈ 20th. അത് നമ്മൾ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി എത്ര കഴിഞ്ഞു പോയ 3 മാസത്തെ ആവറേജ് ആണ്. അപ്പോൾ ടോപ്പിലുണ്ടായിരുന്ന സാധനം നിഫ്റ്റി 500 ഇപ്പോൾ എങ്ങോട്ടേക്കാണ്? ഇപ്പോൾ പതുക്കെ താഴ്പോട്ട്, സെക്ടർ വൈസ് താഴ്പോട്ടേക്കാണ്. സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ സ്റ്റോക്സും താഴെ പോകുന്നു എന്ന് അർത്ഥമല്ല. ബട്ട് കമ്പാരിറ്റീവ്ലി ഇത് വേറെ ഈക്വിറ്റിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല നമുക്ക് ഗുണം ചെയ്യുന്നത്. നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട്സ്, പിന്നെ ETF പോലുള്ള ഇൻസ്ട്രുമെൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും അവർക്കും റൊട്ടേഷണലി ഇൻവെസ്റ്റ് ചെയ്യാനും ഇത്തരം മാർഗങ്ങൾ, ഒരു 6 മാസം, 1 വർഷം പീരിയഡ്, അങ്ങനെയുള്ള വലിയ പൊസിഷണൽ ട്രേഡ്, നമുക്ക് വെറും ഷെയർ വാങ്ങി വിൽക്കുക മാത്രമല്ല, നമുക്ക് ഷെയർ മാർക്കറ്റിലൂടെ ഡിമാറ്റ് അക്കൗണ്ടിലൂടെ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താം. മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, ETF ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താം, ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, പിന്നെ ബോൺഡ്സ്, ഡിബഞ്ചേഴ്സ്, അത്തരം വിഷയങ്ങളിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. സോ ഇതിനെല്ലാത്തിനും വേണ്ടുന്നത് സെക്ടർ ബേസിസിലാണ്. നമുക്ക് റൊട്ടേഷണൽ മെത്തേഡ്സ് നമ്മൾ അതിൽ തന്നെ ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു ക്വാർട്ടർ എടുത്തു, ഇതേ നമ്മൾ മന്ത്ലി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇയർലി, ഒരു ഇയർ അല്ലെങ്കിൽ 2 ഇയർ, കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് നോക്കാം, 3 വർഷം കൊണ്ട്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ്? അതിപ്പോൾ ആക്സിലറേറ്റിങ്ങിലേക്ക് എൻറ്റർ ചെയ്തിരിക്കുന്ന ഒരു സെക്ടറാണെന്ന് വെച്ചോളൂ. ഇപ്പോൾ ഇയർലി വൈസ് ആക്സിലറേറ്റിംഗ് പീരീഡിൽ എൻട്രിലിരിക്കുന്ന ഒരു സെക്ടർ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ദിവസം കൊണ്ട് ഉടനെ താഴെ പോകത്തില്ല. അപ്പോൾ അത് ആക്സിലറേറ്റിങ്ങിൽ തന്നെ പോയിട്ട് ഒരു പർട്ടിക്കുലർ, അപ്പോൾ ആ കർവ് തിരിച്ച് താഴോട്ട് കറങ്ങി തിരിച്ച് അത് ഡീസിലറേറ്റിങ്ങിലേക്കും, അത് കഴിഞ്ഞ് തിരിച്ച് ഡീസിലറേറ്റിങ്ങിൽ നിന്ന് വീണ്ടും അത് തിരിച്ച് അണ്ടർ പെർഫോമിങ്ങിലേക്കും, അണ്ടർ പെർഫോമിങ്ങിൽ നിന്ന് റിക്കവറിങ്ങിലേക്ക് വീണ്ടും പോയിട്ട് വീണ്ടും ആക്സിലറേറ്റിങ്ങിലേക്കും പോകാൻ ഉള്ള സമയം എന്താ പറയുക, പതുക്കെ എടുക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നമുക്കൊരു ഡിസിഷൻ മേക്കിങ്ങിന് വളരെ ഹെൽപ്ഫുൾ ആകും. സോ അത് ഇപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇനി ഓരോന്ന് നോക്കാം. മിഡ് ക്യാപ്പ് അതേമാതിരി ഡീസിലറേറ്റിംഗ് ആണ്. അതും ഇത് ക്വാർട്ടർ വൈസ് ഡീസിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തിനി എന്താ ചെയ്യുക? ഇവിടുന്ന് ക്വിക്കായിട്ട് അടുത്ത അണ്ടർ പെർഫോമിലേക്ക് പോകും, അണ്ടർ പെർഫോമിൽ നിന്ന് അത് റിക്കവറിങ്ങിലേക്ക് പോകും, റിക്കവറിങ്ങിൽ നിന്ന് അത് ആക്സിലറേറ്റിങ്ങിലേക്ക് പോകും. ഈ ഒരു റൊട്ടേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞില്ല. ഇൻ സം കേസസ് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് എഴുതാൻ നോക്കൂ. ഇതെന്താ സംഭവിച്ചത്?
ഇങ്ങനെ വന്ന് തിരിച്ചിവിടുന്ന് അണ്ടർ പെർഫോമൻസിൽ വന്നിട്ട് ഉടനെ അവിടെ നിന്ന് വീണ്ടും ആക്സിലറേറ്റിംഗിൽ പോകാനും സാധ്യതയുണ്ടാവും. സോ ഇതൊക്കെ സംഭവിക്കുന്നതാണ്. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി ഈ രീതിയിലായിരിക്കും, റൊട്ടേഷണൽ വൈസ് തന്നെയായിരിക്കും എന്താ പറയുക സെക്ടർ, ദെൻ അതിനകത്തുള്ള സ്റ്റോക്സിൻ്റെയും മൂവ്മെൻറ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നത് നിഫ്റ്റി ഓട്ടോ ആക്സിലറേറ്റിംഗ് ആണ്. കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് നിഫ്റ്റി ഓട്ടോ എന്താണ് ആക്സിലറേറ്റിംഗിലാണ്. ആക്സിലറേറ്റിംഗ് എന്ന് പറയുമ്പോൾ എവിടെ നിൽക്കുകയാണ് നമുക്ക് നിഫ്റ്റി ഓട്ടോ നോക്കാം. നമുക്ക് ഗ്രീൻ ലൈനാണ് ആക്സിലറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ല എഗൻസ്റ്റ് നിഫ്റ്റിയേക്കാൾ നല്ല രീതിയിൽ മൂമെൻറ്റം കൊടുക്കുന്നു എന്നർത്ഥം. അപ്പോൾ അതിൽ നിഫ്റ്റി ഓട്ടോ അടങ്ങുന്നു. നിഫ്റ്റി ഓട്ടോ അതിൻ്റെ ഗ്രാഫ് നോക്കൂ. നിഫ്റ്റി ഓട്ടോ ഒരിക്കൽ ആക്സിലറേറ്റ് ചെയ്ത് താഴെ വന്നു, വീണ്ടും തിരിച്ച് അത് തിരിച്ച് വീണ്ടും മുകളിലേക്ക് പോകാൻ തന്നെ റെഡിയായിട്ട് നിൽക്കുന്നു. റെഡിയായില്ല, ആ ഒരു ആക്സിലറേറ്റിംഗ് സോണിലാണ് നിഫ്റ്റി ഓട്ടോ നിൽക്കുന്നത്. ഇനിയും അത് ഡീസിലറേറ്റിംഗ് വന്നിട്ടില്ല. ഇത് ഏത് പീരീഡിലാണ്? ക്വാർട്ടർലി പീരീഡിലാണ്. അപ്പോൾ പക്ഷേ വീക്കിലി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തിരിച്ചു വന്നെന്ന് വരാം. ഒരു ക്വാർട്ടറിനുള്ളിൽ പല ആവർത്തി ഇതിങ്ങനെ സംഭവിച്ചെന്ന് വരാം. അപ്പോൾ ഓരോ ദിവസത്തിലും അതേമാതിരി പല രീതിയിലും ഇതിൻ്റെ ഫാസ്റ്റ്നെസ് കൂടും അല്ലേ? ഒരു വർഷം കറങ്ങി വരാൻ 365 ദിവസം എടുക്കും. അതേ ഒരു ക്ലോക്കിൻ്റെ മാതൃകയിൽ നിങ്ങൾ ഇതിനെ സങ്കല്പിച്ചാൽ മതിയാകും. ഇത് റൊട്ടേഷൻ ഇസ് എ ക്ലോക്ക്. അപ്പോൾ വർഷത്തിൽ എത്ര തവണ കറങ്ങി വരും സൂചി? പക്ഷെ 10 വർഷം എടുക്കുമ്പോൾ ആ ഇതിനെല്ലാത്തിനെയും ക്ലബ് ചെയ്യുമ്പോൾ അങ്ങനെ അതേ ഇത് ഒരു ദിവസത്തിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ കറക്കത്തിന് ഫാസ്റ്റ്നെസ് കൂടും അല്ലേ? അതേമാതിരി തന്നെയാണ് റൊട്ടേഷനലി നിങ്ങളിത് പ്ലാൻ ചെയ്യേണ്ടത്. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ ഇനി നിങ്ങൾക്ക് ഇത് തന്നെ നോക്കണമെന്നില്ല. ഈ ഗ്രാഫ് നോക്കി കണ്ടെത്തി എവിടെ നിൽക്കുന്നു എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഗുണം പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇൻവെസ്റ്റ്മെന്റിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ റിക്കവറിങ് മൂഡിൽ നിന്നുള്ള സ്റ്റോക്കിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ഓൾറെഡി ഇപ്പോൾ ക്വാർട്ടർലി നിങ്ങൾ ഒരു സ്വിംഗ് ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് മാതൃകയിലൊക്കെ പോവുകയാണെങ്കിൽ ആകെ ഇപ്പോൾ നോക്കൂ റിക്കവറിങ് മോഡിൽ നിൽക്കുന്നത് IT ആണ്. നോക്കൂ വേറെ എല്ലാ സെക്ടേഴ്സും ആക്സിലറേറ്റിംഗ് സെക്ടറിലാണ്. ആക്സിലറേറ്റിംഗിൽ ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇത് നിഫ്റ്റി സർവീസ് സെക്ടർ, അത് ജസ്റ്റ് ഇപ്പോൾ ആക്സിലറേറ്റിംഗിൽ എൻ്റർ ആയിട്ടേ ഉള്ളൂ. ഇതൊക്കെ റിയാലിറ്റി സെക്ടർ ഓൾറെഡി ആക്സിലറേറ്റിംഗ് സെക്ടറിലാണെങ്കിൽ പോലും നമ്മൾ ഇവിടെ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇവിടെ കാണിച്ചിരിക്കുന്നത് റിയാലിറ്റി സെക്ടർ നോക്കിയാൽ ഇവിടെ അറിയാം. നോക്കൂ നിഫ്റ്റി റിയാലിറ്റി ആക്സിലറേറ്റിംഗ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി ഗ്രാഫ് പ്രകാരം നോക്കുമ്പോൾ ഇതാണ് അതിൻ്റെ ഗ്രാഫ്. അതെവിടെ ആക്സിലറേഷൻ ആയിരുന്നു, ദെൻ അഗെയിൻ ആക്സിലറേറ്റ് ചെയ്തു, ദെൻ അഗെയിൻ അത് ഇപ്പോൾ ഷാർപ്പ്ലി ഇതിന് ആക്സിലറേറ്റിംഗിനുള്ളിൽ തന്നെ അത് താഴ്പോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഇപ്പോൾ പോയി അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലതരത്തിലുള്ള നമ്മുടെ നല്ല നിഫ്റ്റി ഓട്ടോയിലുള്ള സെഗ്മെന്റിലുള്ള അത്യാവശ്യം എല്ലാ സ്റ്റോക്കുകൾക്കും നല്ല ഒരു കയറ്റമായിരുന്നു കഴിഞ്ഞ 3 മാസമായിട്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ആ ഒരു ആക്സിലറേറ്റിംഗ് മൊമെന്റത്തിൽ നിന്നും പതുക്കെ അതിൻ്റെ മൊമെന്റം കുറയുന്നു, മൊമെന്റത്തിൻ്റെ അളവ് കുറയാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള സൂചനയാണ് ഇവിടെ നൽകുന്നത്. അപ്പോൾ അതായത് പീക്കിൽ നിൽക്കുകയാണ്. ഇപ്പോൾ കതിരിൽ കൊണ്ടുപോയി വളം വയ്ക്കരുതെന്നൊരു ചൊല്ലുണ്ട്. അതേമാതിരി പീക്കിലെത്തി നിൽക്കുന്നു. ഗ്രാഫ് നോക്കുമ്പോൾ വീണ്ടും മെല്ലെ ഇപ്പോൾ പീക്കിന് തന്നെയാണ്, പക്ഷെ മെല്ലെ അത് ഡൗൺഫോളിലേക്ക് വരാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിനകത്തുള്ള സ്റ്റോക്സിനും എന്ത് സംഭവിക്കാൻ ശ്രമിക്കുന്നു? പ്രോഫിറ്റ് ബുക്കിംഗ് ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള ഒരു സൂചനയാണ് അവിടെ നൽകുന്നത്. സോ അതിനെ അപ്പോൾ എന്ത് ചെയ്യുക? വളരെ കരുതലോടുകൂടി കൈകാര്യം ചെയ്യുക. ഇതിൻ്റെ അർത്ഥം ഇത് സെക്ടറാണെന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്റ്റോക്സും അതേ, പക്ഷേ എല്ലാറ്റിൻ്റെയും ഒരു ആകെ തുകയാണല്ലോ ആ സെക്ടർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ആകെ തുകയിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യുന്ന ഒരു വലിയ നമ്പർ ഓഫ് ട്രേഡേഴ്സ് തന്നെയുണ്ട്. അത് ഇന്ന റീറ്റെയിലർ എന്നോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നോ അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് എന്നോ അങ്ങനെയൊന്നുമില്ല. എല്ലാ വൻകിട ട്രേഡേഴ്സും ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾക്കും ഒരു വളരെ വലിയ ഇൻസൈറ്റാണ് നമുക്ക് തരുന്നത് അല്ലേ? സോ ഈ ഇൻസൈറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ലോജിക്കലി നമ്മൾ എങ്ങനെ തോട്ട് പ്രോസസ്സ് വർക്കൗട്ട് ചെയ്യുക? അപ്പോൾ റിക്കവറിങ് ചെയ്ത് നോക്കും. ഈ ഒരു സെഗ്മെന്റ് ഏതാണ്? റിക്കവറിങ്ങിനകത്ത് ക്വാർട്ടർലി വൈസ് നോക്കുമ്പോൾ ഒരിക്കൽ ഇത് റിക്കവറായി, ദെൻ അഗെയിൻ ഇത്
തിരിച്ച് താഴെ പോയി, അണ്ടർ പെർഫോമിൽ പോയി, അവിടെ നിന്ന് തിരിച്ച് വീണ്ടും റിക്കവറിയിൽ നിന്നും തിരിച്ച് ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ എവിടെ ആക്സിലറേറ്റിംഗ് മോഡിലേക്ക് പോകും. IT സെക്ടർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമുക്കിവിടെ എന്താ പറയുക, ആക്സിലറേറ്റിങ്ങിൽ നിന്നും ഒരു പ്രതീക്ഷ. IT മാത്രമല്ല, ഇവിടെ വേറെയുണ്ട്. നിഫ്റ്റി സർവീസ് സെക്ടർ ഉണ്ട്, നിഫ്റ്റി നോക്കാം ആക്സലറേറ്റിങ്ങിൽ കടന്നിരിക്കുന്ന സ്റ്റോക്സ് നോക്കൂ. PSU ബാങ്ക്, നിങ്ങൾ ഇതിനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. PSU ബാങ്ക് എവിടെ നിന്നാണ് വന്നേക്കുന്നത് നോക്കൂ. റൊട്ടേഷണൽ മെത്തേഡ് ഡീസിലറേറ്റിങ്ങിൽ നിന്നും അണ്ടർ പെർഫോമിൽ വന്നു, അണ്ടർ പെർഫോമിൽ നിന്നും സ്റ്റഡി ആയിട്ട് അത് മുകളിലേക്ക് വന്നു, ജസ്റ്റ് നിയർ ബൈ റിക്കവറി മോഡിലേക്ക് എത്തി നിൽക്കുകയാണ് PSU സെക്ടർ. PSU ബാങ്കിങ് സെക്ടർ, അതായത് PSU ബാങ്കിങ് സെക്ടർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് മേജർ ബാങ്കിങ് സെക്ടേഴ്സ് വരുന്നത് നമുക്ക് ഇവിടെ സെക്ടർ വൈസിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഹോമിൽ പോവാം. ഹോമിൽ ഇവിടെ മൂവേഴ്സിൽ നോക്കുക. മൂവേഴ്സിൽ പോയിട്ട് ഏതൊക്കെ സ്റ്റോക്സ് ആണെന്ന് അറിയണമെങ്കിൽ ഇവിടെ ഇൻഡെക്സ് സെലക്ട് ചെയ്യുക. ഇൻഡെക്സ് സെലക്ട് ചെയ്തിട്ട് NSE സെലക്ട് ചെയ്തിട്ട് നോക്കൂ. PSU നമ്മൾ നോക്കി, PSU ബാങ്ക് നിങ്ങൾക്ക് നോക്കണം. അപ്പോൾ PSU ബാങ്ക് എവിടെയാണ്? PSU ബാങ്ക് കിടക്കുന്നു. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പോയിട്ട് ഇൻഡെപ്തിലേക്ക് പോയി നോക്കുമ്പോൾ ഏതൊക്കെയാണ് PSU ബാങ്കിങ് സെക്ടറിലുള്ള സ്റ്റോക്സ് എന്ന് ഇവിടെ കാണാൻ കഴിയും. അതിൽ നോക്കൂ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട്, കനറ ബാങ്ക് ഉണ്ട്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, മഹാരാഷ്ട്ര ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക്, IOB, യൂക്കോ ബാങ്ക്, PNB, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. അതിൽ തന്നെ വെയിറ്റേജ് നോക്കൂ. ആ സെക്ടറിനുള്ളിൽ വെയിറ്റേജ് കൊടുത്തു ഓരോ ബാങ്കിനും എത്രത്തോളം സ്റ്റോക്ക്, അതിൻ്റെ സ്റ്റോക്കിന് ആ ഒരു സെക്ടറിനുള്ളിലുള്ള വെയിറ്റേജ്. SBIക്കാണ് ടോപ്പ് വെയിറ്റേജ് 33%, ദെൻ ബറോഡ, ദെൻ കനറ, ദെൻ PNB, then Union Bank, then Indian Bank, then Maharashtra, then Bank of India. സോ ഇങ്ങനെ ഓരോ സെക്ടർ വൈസിൻ്റെ സ്ട്രെങ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ അതിൻ്റെ പെർസെൻറ്റേജ് വൈസ് ഓരോ ദിവസത്തെ പെർസെൻറ്റേജ് വൈസ് നോക്കൂ. അത്യാവശ്യം ഈ സെക്ടർ നോക്കൂ. ഇന്നത്തെ നിഫ്റ്റിയുടെ അവസ്ഥ എന്താണ്? ഇന്നത്തെ ഓവറോൾ നിഫ്റ്റിയുടെ അവസ്ഥ എന്താണ്? നിഫ്റ്റിയുടെ അവസ്ഥ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡൗൺഫോൾ വന്നു, ദെൻ അഗെയിൻ അപ്പ് സൈഡിലേക്ക് പോകുന്നു. ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ഡേ ഓഫ് ഈ വീക്ക്ലി എക്സ്പയറിയിൽ തുടക്കത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. എന്നാൽ ഓവറോൾ നിഫ്റ്റി എങ്ങനെയാണ്? ബുള്ളിഷിൽ നിൽക്കുകയാണ്. സോ എന്നിട്ട് പോലും സ്റ്റോക്ക് ഇന്ന് ഓവറോൾ ബെയറിഷ് തന്നെയാണ് അല്ലേ? അപ്പോൾ ബെയറിഷിൽ നിൽക്കുന്ന ഈ ഒരു സ്റ്റോക്ക് നിൽക്കുന്നെങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി സെക്ടർ വൈസ് നോക്കുമ്പോൾ ഇതിലാകെ രണ്ട് സ്റ്റോക്സ് മാത്രമേ ഉള്ളൂ. ഏതാണ്? വളരെ പുവർ എന്നും പറയാൻ പറ്റില്ല, വളരെ ചെറിയൊരു നെഗറ്റിവിറ്റി തോന്നും. ബാക്കി മെജോറിറ്റി ഓഫ് ദി സെക്ടർ വൈസ് ഇന്നത്തെ ഓവറോൾ സെക്ടർ വൈസ് എത്ര 0.72% അപ്സൈഡാണ്. സെക്ടർ വൈസ് അപ്സൈഡാണ്. സോ ഇതും നിങ്ങൾ ഇതുമായിട്ട് കൂട്ടി വായിച്ചു നോക്കൂ. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇതിനകത്ത് നോക്കൂ. അപ്പോൾ ഈ നമ്മൾ ഓൾറെഡി ആക്സിലറേറ്റിങ്ങിൽ ഇപ്പം നിൽക്കുന്നതിൽ ഏതെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഡയറക്ഷനിൽ നിൽക്കുന്നത് ഒരാളുണ്ട്. നോക്കൂ, നിഫ്റ്റി സർവീസ് സെക്ടറുണ്ട്. ദെൻ ഇവിടെ നിന്ന് ഇതായത് നിഫ്റ്റി ഓട്ടോ സെക്ടറും എന്താ പറയുക, ആക്സിലറേറ്റിംഗിൽ കയറി തിരിച്ചു വന്നു, വീണ്ടും ആക്സിലറേറ്റിംഗ് മോഡിന് ഉള്ളിൽ തന്നെ നിൽക്കുന്നു. പക്ഷെ വൈഡർ ആക്സിലറേറ്റിംഗ് പവറിലല്ല നിൽക്കുന്നത്. അത് നോക്കാം. ദെൻ ഇവിടെ നിന്ന് നിഫ്റ്റി സർവീസ് സെക്ടർ നോക്കാം. നമുക്ക് സർവീസ് സെക്ടർ ഇപ്പോൾ എൻ്റർ ആയിട്ടേ ഉള്ളൂ. ഒത്തിരി നാളിന് ശേഷം സർവീസ് സെക്ടർ എൻ്റർ ആയിട്ടേ ഉള്ളൂ. എവിടത്തേക്ക് എൻ്റർ ആയിട്ടുള്ളൂ? അണ്ടർ പെർഫോമിൽ നിന്നും റിക്കവറിയിൽ നിന്നും ദെൻ ഗോ ടു ആക്സിലറേറ്റിംഗ് മോഡിലേക്ക്. അപ്പോൾ സർവീസ് സെക്ടർ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ടറാണ്. സർവീസ് സെക്ടറിൽ ഏതൊക്കെ സ്റ്റോക്സ് ഉണ്ടെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. നിങ്ങൾ പോയിട്ട് നമ്മുടെ ട്രേഡർ പ്ലാറ്റ്ഫോമിൽ പോവുക. അതിൽ പോയിട്ട് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സിൻ്റെ വ്യൂ ഓൾ കൊടുക്കുക. അതിൽ നേരെ ഇൻഡിസസിൽ പോവുക. ഇൻഡിസസ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് സെക്ടേഴ്സ് NSE സെലക്ട് ചെയ്യുമ്പോൾ സെക്ടേഴ്സ് വരും. സെക്ടേഴ്സിൽ നിങ്ങൾ ഏത് സെക്ടറാണോ, ഇപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ അറിയേണ്ടത് നിഫ്റ്റി സർവീസ് ആണ്. ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയാം. സർവീസ് സെക്ടർ നോക്കുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് അപ്പോൾ ഒരു വിൻഡോ വരും. അതിൽ ഇൻഡെപ്ത് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇൻഡെപ്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റോക്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ സ്റ്റോക്സ് എന്ത് ചെയ്യാം, നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ഏതാണോ ടോപ്പ് പെർഫോമർ അതിൻ്റെ
പിന്നെ ഇനി അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചും കൂടി അതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് അറിയുന്ന ഒരു വ്യക്തിക്ക് കുറച്ചും കൂടി എഡ്ജ് കിട്ടും. അവിടെയാണ് നമ്മുടെ നോളജിൻ്റെ എല്ലാറ്റിൻ്റെയും ഒരു മിക്സ്ചർ നമുക്കവിടെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അവിടെയാണ്. സോ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിന് അങ്ങ് കയറി എന്തെങ്കിലും ചുമ്മാ അങ്ങ് കാശുണ്ടാക്കുന്ന സാധനമല്ല. നമുക്ക് എല്ലാറ്റിനും നല്ല സ്റ്റഡീസിൻ്റെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ഇതിനെ പറ്റിയിട്ട് എൻ്റെ സ്റ്റുഡൻസിന് അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഇതിന് തന്നെയായിരിക്കും എൻ്റെ ക്ലാസ്. ബിക്കോസ് ഇത് ഞാൻ ഒത്തിരി നാളായിട്ട് ഞാൻ പല പ്ലാറ്റ്ഫോംസും കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ധനിൽ ഇതിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. പലയിടത്തും ഇത് പെയ്ഡ് വേർഷനാണ്. 6000-7000 രൂപയൊക്കെയാണ് പെർ ആനം അവർ ചാർജ് ചെയ്യുന്നത്. ഫ്രീ ഓഫ് കോസ്റ്റിന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുകയാണ് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുക. സിമ്പിളായിട്ട് നോക്കുക. ഡീസലറേറ്റ് നാല് പാർട്സ് ഉണ്ടായിരിക്കും. ഗ്രീൻ എന്ന് പറഞ്ഞാൽ ടോപ്പ്. അപ്പോൾ എപ്പോഴും നമ്മൾ അണ്ടർ പെർഫോമിൽ നിന്നും റിക്കവറിയിലേക്ക് വരുന്നതോ റിക്കവറിയിൽ നിന്നും ഇത് ആക്സിലറേറ്റിങ്ങിലേക്ക് പോകുന്നതോ ആയിട്ടുള്ള സ്റ്റോക്സ്, അതിന് ഇനി എന്താ സെക്ടർ നോക്കുക, അതിൽ നിന്ന് ടോപ്പ് സ്റ്റോക്സ് നോക്കുക. ഇനി മനസ്സിലാക്കേണ്ടത് നമ്മൾ വീക്ക്ലി നോക്കി, ഇനി ഇതിൽ തന്നെ നമുക്ക് മന്ത്ലി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മന്ത്ലി കൂടുതൽ നോക്കേണ്ടത് ആരാണ്? അത് നിങ്ങൾ എന്താ പറയുക, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പീരിയഡ് ഒരു വർഷത്തേക്ക് 2 വർഷത്തേക്കൊക്കെ, ഒരു വർഷം ഒക്കെ 1-2 വർഷത്തേക്കൊക്കെ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റിൽ, അത് ഈക്വിറ്റി ആയിക്കോട്ടെ, പക്ഷേ ഈക്വിറ്റിയേക്കാൾ കൂടുതലായിട്ട് മ്യൂച്വൽ ഫണ്ട്സ്, ദെൻ അതൊക്കെ സെക്ടർ വൈസ് തന്നെയാണ്. മ്യൂച്വൽ ഫണ്ടൊന്നും ഡയറക്റ്റ്ലി ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിന് ബേസിസ് ഇല്ല. പിന്നെ ഉണ്ട് കമ്മോഡിറ്റീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് സിൽവർ, ഗോൾഡ്, കോപ്പർ, ക്രൂഡ് ഓയിൽ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ETFs ഉണ്ട്. ഈവൻ സെക്ടർ വൈസ് ആണ് ഈ മ്യൂച്വൽ ഫണ്ട്സ് എല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലസ്റ്റർ ക്ലൗഡ് ചെയ്യുന്നത്. സോ അതിൽ ബെറ്ററായിട്ട് നമുക്ക് ഏത് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ദെൻ അത് അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞത് ഡീസിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴും നല്ല ഗ്രോത്ത് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒന്നിൽ നിന്ന് സ്വിച്ച് ഓവർ ചെയ്തിട്ട് ഓക്കെ കിട്ടേണ്ടത് ബെനിഫിറ്റ് കിട്ടി, ഇനി അടുത്ത് വരാൻ പോകുന്ന 1-2 വർഷത്തേക്ക് അത് ചിലപ്പോൾ താഴ്പോട്ടേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് അതിൽ നിന്ന് സ്വിച്ച് ഓവർ ചെയ്തിട്ട് അടുത്ത റിക്കവറിങ്ങിലേക്കുള്ളതിലേക്ക് വീണ്ടും അതേ എമൗണ്ട് എടുത്ത് വേറൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് അതിന് നമുക്ക് സ്വിച്ച് ഓവർ ചെയ്താൽ മതി. ETF ആണെങ്കിലും അതേമാതിരി തന്നെ നല്ല ബെസ്റ്റ് പെർഫോമിങ്ങിൽ നിന്ന് തുടങ്ങി 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ അതിൽ ഹോൾഡ് ചെയ്ത് ഇയർലി പീരിയഡ് നമുക്കത് ഹോൾഡ് ചെയ്ത് അതിനുശേഷം അത് റിക്കവറിയിൽ നിന്ന് ആക്സിലറേറ്റിംഗിൽ നിന്ന് ഡൗൺ വന്നു എന്ന് തുടങ്ങുമ്പോൾ ഇത് വർഷത്തിൽ 1-2 ദിവസത്തെ സ്റ്റഡി മാത്രമല്ലേ നോക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അതുപോലും ഈസി ആയിട്ട് ചെയ്യാൻ കഴിയില്ലേ? എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് അടുത്ത കാര്യത്തിലേക്ക് നോക്കാം. സോ ഇങ്ങനെ നമുക്ക് റൊട്ടേഷണൽ മെത്തേഡ്സ് നമുക്ക് പോകാം. കമ്മോഡിറ്റി സെഗ്മെൻറ്റിൽ ഇവിടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കൂ, നിഫ്റ്റി കമ്മോഡിറ്റി ആക്സിലറേറ്റിംഗ് ആണ് കണ്ടോ. നിഫ്റ്റി കമ്മോഡിറ്റി സെഗ്മെൻറ്റ് ആക്സിലറേറ്റിംഗിൽ വന്നു കഴിഞ്ഞു. സോ ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇതാണ് സെക്ടർ റൊട്ടേഷൻ. അത് എന്താണ് അതിൻ്റെ പേര്? റിലേറ്റീവ് സൈക്കിൾ ഗ്രാഫ്. അതേ ഇവിടെ വിഡ്ജറ്റിൽ പോയിട്ട് ഏറ്റവും ഇവിടെ കിടപ്പുണ്ട് റിലേറ്റീവ് സൈക്കിൾ, ലെഫ്റ്റ് സൈഡ് ഗ്രാഫ്സ് എന്ന് പറഞ്ഞ് കാണും. ഗ്രാഫ്സിൽ റിലേറ്റീവ് സൈക്കിൾ ഗ്രാഫ് കണ്ടോ. റിലേറ്റീവ് സൈക്കിൾ ഗ്രാഫ് നിങ്ങൾ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡെക്സിൽ മാത്രമേ ഇത് അവൈലബിൾ ഉള്ളൂ. ഡെക്സ് T3 തന്നെ ഓപ്പൺ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഫീച്ചേഴ്സ് ഒക്കെ ലഭിക്കത്തുള്ളൂ. എല്ലാവരും തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആൻഡ് വെരി സിമ്പിൾ. ഒരു സാധാരണ നെറ്റ് ബ്രൗസ് ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിക്ക് ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വ്യാഴാഴ്ചത്തെ എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇത് തന്നെയായിരിക്കും അവർക്ക് മെയിനായിട്ട് എടുത്തു കൊടുക്കുക. എനിവേ, നിങ്ങൾക്കും ഞാൻ ഈ ക്ലാസ് തന്നെയായിരിക്കും കുറച്ചും കൂടി കൂടുതൽ നേരം ഇരുന്ന് അതിനെ ചർച്ച ചെയ്തൊക്കെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ സംഗ്രഹം ഇത്ര തന്നെയാണ്. നിങ്ങൾക്കും ഇത് മനസ്സിലായി, ഇത് പഠിക്കുന്ന ഓരോ വ്യക്തിക്കും, ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിക്കും ഇത് 100% ഉപകാരപ്പെടും. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അനുസരിച്ചിട്ട് ഇക്വിറ്റിയിലാണെങ്കിലോ ഇൻട്രാഡേയിൽ കഴിയുന്നതും ഇത്തരം ഇതിനെയൊക്കെ ഒന്ന് ഫോളോ ചെയ്യേണ്ട. ഇത് ഇൻട്രാഡേയിൽ ഒരിക്കലും നിങ്ങൾ വേറെ, അതായത് റിക്കവറിങ് മോഡിലേക്കോ അണ്ടർ പെർഫോമിങ്ങിലോ ഡീസിലറേറ്റിങ്ങിലോ ഒന്നും നോക്കരുത്. ആക്സിലറേറ്റിംഗ് മാത്രം നോക്കുക. അതും ആക്സിലറേറ്റിങ്ങിൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ആയിരിക്കുന്ന സ്റ്റോക്സ് മാത്രമേ നിങ്ങൾ, അതിനകത്തുള്ള സെക്ടറിനകത്തുള്ള സ്റ്റോക്സ് മാത്രമേ നിങ്ങൾ
പ്രിഫർ ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് പിന്നെ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് ഒന്നും നോക്കണ്ട, പക്ഷെ പ്രൈസ് ആക്ഷൻ മസ്റ്റായിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ അത്തരം സ്റ്റോക്സിലേക്ക് പോകാൻ. ഇനി 1 വീക്ക് 10 ഡേയ്സ് പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിലാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ഇതെടുക്കുക. ഡെയിലി എടുത്തിട്ട് അതിൽ തന്നെ നമുക്ക് ഇവിടെ അതിൻ്റെ ട്രെയിലിംഗ് നമുക്ക് കൂട്ടാൻ പറ്റും. നമുക്ക് ഇതിപ്പോൾ ഞാൻ 12 ഡേയ്സ്, അപ്പോൾ ഡെയിലിയിലുള്ളതിൽ 12 ഡേയ്സിൻ്റെ ഇതിപ്പോൾ മന്താണ്. അതേമാതിരി 12 കഴിഞ്ഞു പോയ 12 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ കഴിഞ്ഞു പോയ 5 ദിവസമോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ 3 ദിവസത്തെ ആവറേജിൽ ആക്സിലറേറ്റിങ്ങിൽ നിൽക്കുന്ന സ്റ്റോക്കാണോ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ദിവസത്തിൽ ആക്സിലറേറ്റിങ്ങിൽ നിന്നും അല്ലെങ്കിൽ റിക്കവറിങ്ങിൽ നിന്നും ആക്സിലറേറ്റിങ്ങിലേക്ക് വരുന്ന സ്റ്റോക്കാണോ എന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗ്രേറ്റ് ഇൻസൈറ്റ് അവിടെ ലഭിക്കും. നിങ്ങൾക്ക് ക്വിക്കായിട്ട് മണി ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇനി ബാക്കിയൊക്കെ ഓരോ വിഷയങ്ങളും എത്ര തന്നെ പറഞ്ഞു തന്നാലും നിങ്ങളുടെ സ്വന്തം എഫേർട്ട് എടുത്ത് അതിനെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, വീഡിയോ നിങ്ങളിതൊന്ന് വർക്കൗട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസൈറ്റ് ലഭിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുക. സുഖിപ്പിക്കാൻ വേണ്ടുന്ന ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് രേഖപ്പെടുത്താൻ ശ്രമിക്കും. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.